Now, to officially open our hearts and this evening festivities, we invite someone who always ensures every guest feels at home. Please welcome Mr. Sijo Joseph for the welcome speech. ബഹുമാനപ്പെട്ട മെൽവിനച്ച, പ്രിയ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, സെൻറ്റ് ജോസഫ് ഇടവക സമൂഹത്തിന് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് നമ്മുടെ ഇടവക മധ്യസ്ഥൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ ജോസഫ് നാമധാരികൾക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ജോസഫ് നാമധാരിയാണ്. അതുപോലെ തന്നെ ഒത്തിരി ജോസഫ് നാമധാരികൾ നമ്മുടെ ഇടവകയിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എല്ലാവർക്കും നാമഹേതുക തിരുനാളിൻ്റെ ആശംസകൾ ആദ്യമേ തന്നെ അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ വികാരിയച്ഛനും എല്ലാ ജോസഫ്മാർക്കും നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മൾ ഈ ജോസഫ് എന്ന ഒരു വാക്ക് ഇല്ലെങ്കിൽ പേര് കേൾക്കുമ്പോൾ ബൈബിളില് രണ്ടു തരം ജോസഫ്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമത്തിലും പറയുന്നുണ്ട്, പുതിയ നിയമത്തിലും പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ ജോസഫ് ഒത്തിരിയും കൂടെ അസേർട്ടീവായിരുന്നു. അതായത് തൻ്റെ നാമം ഒരു കല്ലിൽ പോലും വേണമെന്ന് അത്രയും ദൃഢനിശ്ചയമുള്ള ഒരു ജോസഫിനെയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവപുത്രന്റെ വളർത്തുപിതാവായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ജോസഫ് ഒരു വാക്കുപോലും ഉരിയാടി നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ പരാമർശിച്ചിട്ട് പോലുമില്ല. അതുപോലെ തന്നെ ആകെ 2-3 ഇടങ്ങളിൽ മാത്രമേ ഈ ജോസഫിന്റെ പേര് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. ദൈവത്തിന് ഈശോയുടെ വളർത്തുപിതാവായിട്ട് ഇസ്രായേൽ ജനത്തിൽ നിന്നും ഒരു പണ്ഡിതനെ തിരഞ്ഞെടുക്കായിരുന്നു, ഒരു രാജാവിനെ തിരഞ്ഞെടുക്കായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ജോസഫിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അത് ഈശോയുടെ പരസ്യ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അതൊക്കെ തന്നെയാണ് ജോസഫ് എന്ന വിശുദ്ധൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഗുണമായിട്ട് നമ്മൾക്ക് തരിക എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ദൈവപുത്രനായ ഈശോ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ദൈവപുത്രന് മനുഷ്യപുത്രന്റെ ട്രാൻസ്ഫോർമേഷനിലേക്കുള്ള ഏറ്റവും വലിയ കണ്ണി എന്ന് പറയുന്നത് യൗസേപ്പിതാവായിരുന്നു. ഈശോയുടെ വളർത്തുപിതാവായ യൗസേപ്പിതാവ്. യൗസേപ്പിതാവിന്റെ ഗുണഗണങ്ങൾ, അതായത് ദൈവപുത്രൻ എന്ന രീതിയിൽ നിന്നും മനുഷ്യപുത്രനിലേക്കുള്ള ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് ഏറ്റവും കൂടുതൽ വളർത്തുപിതാവ് എന്ന നിലയിൽ, വളർത്തപ്പൻ എന്ന നിലയിൽ യൗസേപ്പിതാവിന്റെ ഗുണങ്ങളാണ് പിന്നെ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലുതായിട്ട് കാണുന്നത്. നിങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണുന്നവരാണ്. നെറ്റ്ഫ്ലിക്സിൽ അടിപൊളി ഒരു സീരീസ് ഉണ്ട്, ചോസൻ എന്നാണ് സീരീസിന്റെ പേര്. ഒരു 5 സീസൺസ് ഉള്ള ഒരു സീരീസാണ്. ഈശോയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സീരീസാണ്. അത് നമ്മുടെ മക്കള് നമ്മളെല്ലാവരും ഒന്ന് കണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മനോഹരമായിട്ടുള്ള ഒരു സീരീസാണ്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ വായിച്ച് കേൾക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഈശോയുടെ ഒരു മാനുഷിക വശത്തെക്കുറിച്ചുള്ള ആവിഷ്കാരമാണത്. അതില് വളരെ ജോസഫിനെ പോലെ വളരെ നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഈശോ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ആ ഒരു സീരീസ് നമ്മൾ ഈശോയെ ചിത്രീകരിക്കുന്നത് കാണാം. ഈ യൗസേപ്പിതാവിന്റെ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ അപ്പന്മാരുടെ തിരുനാളായിട്ടാണ് നമ്മളിത് ആഘോഷിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാ പിതാക്കന്മാരെയും നമുക്ക്, നമ്മുടെ അപ്പന്മാരെയും എല്ലാം നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഓർക്കാം. കാരണം ഞാൻ എൻ്റെ സെമിനാർ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. ഇപ്പോൾ ആ വ്യക്തി ജീവിച്ചിരിപ്പില്ല.
പുള്ളിക്കാരി അപ്പനെ കുറിച്ച് ഓർത്തത്, അപ്പൻ എന്ന ഒരു വ്യക്തിത്വത്തെ കുറിച്ച് ഓർത്തത് ഞാനിങ്ങനെ എന്ത് പറയണമെന്ന് ഓർത്തപ്പം അതായിരുന്നു എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വന്നത്. അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിപ്പഴം പോലെയാണ്, അമ്മ എന്നാൽ മഴ പോലെയാണ്. മഴ എപ്പോഴും നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അമ്മ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു നിത്യ അനുഭവമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിൽക്കുന്ന ഒരു ആളാണ് അമ്മ എന്നുള്ളൊരു അനുഭവം. പക്ഷേ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആലിപ്പഴം പോലെയാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. കാരണം ആലിപ്പഴം വല്ലപ്പോഴൊക്കെ വീണും ഇന്നും നമ്മൾ കണ്ടിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിലപ്പം വളരെ സ്നേഹമുള്ളതും ചിലപ്പം വളരെ പരുക്കൻ സ്വഭാവം എല്ലാമായിട്ട് അപ്പൻ ശരിക്കും നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് ഒന്ന് വെളിപ്പെട്ട് കിട്ടുന്നത് വളരെ 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 ചെറിയ ചെറിയ സമയങ്ങളിലായിരിക്കും. ചിലപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആയുഷ്കാലത്തിൽ ചിലപ്പോൾ ഒരു 5 or 6 പ്രാവശ്യമായിരിക്കും ആ വാംത്ത് നമ്മൾ ശരിക്കും ഒന്ന്. പക്ഷേ ആ 5 or 10 സമയത്തെ ആ ഒരു വെളിപ്പെടൽ, നമ്മുടെ ജീവിതത്തിലേക്കുള്ള ആഴമായുള്ള വെളിപ്പെടലായിരിക്കും നമ്മൾ വളരെ മമതയോടുകൂടി അപ്പനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജോസഫ് യോസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പന്മാരെ ഒന്ന് ഓർക്കാനും, അമ്മമാരെ ഓർക്കണ്ടെന്നല്ല കേട്ടോ പറഞ്ഞു, അപ്പന്മാരെ ഒന്ന് ഓർക്കാനും അവരെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാനും അവരെയൊക്കെ ഒന്ന് വണങ്ങാനുമുള്ള ഒരു ഏറ്റവും വലിയൊരു അവസരമായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ തിരുനാളിനൊക്കെ ഏറ്റവും വലിയൊരു മനോഹാരിത ഉണ്ടാവുക. അതുപോലെ തന്നെ തിരുകുടുംബത്തിന്റെ മധ്യസ്ഥനാണ് യോസേപ്പിതാവ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോസേപ്പിതാവിന്റെ ഒരു നീതിബോധത്തിന്റെ ഇല്ലെങ്കിൽ നന്മയുടെ ഒക്കെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെയൊക്കെ മക്കളെ, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം നമ്മുടെയൊക്കെ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അതിലെ യോസേപ്പിതാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് യുവർ ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി യുവർ എക്സ്റ്റൻഷൻ ഓഫ് യുവർ സെൽഫിഷ്നെസ്. നിങ്ങളുടെ സ്വാർത്ഥതയുടെ എക്സ്റ്റൻഷനായി നമ്മുടെ മക്കൾ ഒരിക്കലും വളർന്നു വരരുത് എന്നുള്ള ഒരു സന്ദേശം യോസേപ്പിതാവ് തരുന്നുണ്ട്. നമ്മുടെയൊക്കെ നീതിബോധത്തിന്റെ, നമ്മുടെയൊക്കെ നന്മയുടെ എക്സ്റ്റൻഷനായിട്ട്, ഈ ലോകത്തിന്റെ നന്മയിലേക്കുള്ള എക്സ്റ്റൻഷനായിട്ട് നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ യോസേപ്പിതാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നമ്മുടെ ഈ ഇടവക ദിനത്തിന്റെ ആഘോഷത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.